ഹായ്. അയ്യോ, നമ്മൾ ഇന്ന് ഇപ്പൊ സമയം 5 മണിയായിട്ടുണ്ട്. നമ്മള് ഇബ്നു ബത്തൂത്തയ്ക്ക് പോവാ. കുറെ നാളായി, സത്യം പറഞ്ഞാൽ ഞാൻ ഒരു 3 months ഒക്കെ ആയി ദുബായിക്ക് പോയിട്ട്. ഇവിടെ അബുദാബിയിൽ തന്നെയാണ്. അപ്പോൾ ഒന്ന് തോന്നി, കുറെ നാൾ അവിടെ അല്ലായിരുന്നോ നമ്മുടെ കുറെ നാളെ നമ്മൾ പോയ സ്ഥലമല്ലേ. സോ ഇബ്നു ബത്തൂത്ത ഒന്ന് പോയി കാണാം എന്ന് വിചാരിച്ചു. എന്തായാലും നമുക്കിന്ന് വെറുതെ ഇരിക്കാമല്ലോ, നമ്മൾ എല്ലാ ദിവസവും അല്ല എല്ലാ സാറ്റർഡേയും എവിടെയൊക്കെ പോകുന്നല്ലേ. സോ പക്ഷെ പതിവ് പോലെ പറഞ്ഞ് സമയം വൈകുന്നേരം ആയിട്ടുണ്ട്. ഞങ്ങൾ ഉച്ച കഴിഞ്ഞപ്പോൾ പോകണമെന്ന് വിചാരിച്ചാ, പക്ഷെ ഇപ്പൊ സമയം 5 മണി കഴിഞ്ഞു. അവിടെ പിന്നെ ക്ലോസ് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് ഓർമ്മയില്ലേ, കഴിഞ്ഞ വീക്ക് നമ്മൾ അലൈൻ ഫോർട്ട് കാണാൻ പോയിട്ട് ക്ലോസ് ആയി പോയത്. അത് പക്ഷെ നമ്മൾ എനിക്കൊന്ന് 6 മണിയൊക്കെ ആയി ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ. നമ്മൾ കുറച്ച് നേരത്തെയാ. ഓക്കെ, ഇന്ന് ആക്ച്വലി എന്താ പറ്റിയെന്ന് വെച്ചാലേ, കഴിഞ്ഞ തവണ നമ്മൾ പോയപ്പോൾ കുറേ ചിപ്സ് ഒക്കെ വാങ്ങിയിട്ടല്ലേ പോയത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത്തവണ എന്തെങ്കിലും ഹെൽത്തി ആയിട്ട് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് എന്തെങ്കിലും എടുത്തിട്ട് പോവാന്ന്. അപ്പോൾ ഞാൻ ഒരു പുതിയ ഐറ്റം അല്ല, ഗോതമ്പ് ദോശയെ കുറച്ച് മോഡിഫൈ ചെയ്തിട്ടൊരു സംഭവം കണ്ടുപിടിച്ചതല്ല, ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും. എന്നാലും അതില് സാധാരണ നമ്മൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ കുറച്ച് തേങ്ങയൊക്കെ ഇടുമല്ലോ, നാളികേരം ചെറിയതൊക്കെ നമ്മൾ ഇടും. ഇതിപ്പം അതിന് കൂടെ കുറച്ച് ശർക്കരയും കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ദോശ ഉണ്ടാക്കി. അപ്പൊ ശരിക്കും അത് എങ്ങനെയാ ഫീൽ ചെയ്യാന്ന് വെച്ചാൽ, എനിക്ക് ഫീൽ ചെയ്തെന്ന് വെച്ചാൽ, നമ്മൾ പണ്ട് കല്ലിൽ ചുട്ടിട്ട് അട ഉണ്ടാക്കില്ലേ, ഈ നാളികേരവും ശർക്കരയും കൂടി ഒക്കെ ഉള്ളിൽ വെച്ചിട്ട് ഒരു അട ഇങ്ങനെ വാഴയിലേ വെച്ചിട്ട് ഒരു അട ഉണ്ടാക്കും. പിന്നെ അത് ഇഡ്ലി ചെമ്പിൽ വെച്ചിട്ട് നമ്മൾ ആവി കയറ്റി ഉണ്ടാക്കല്. കുറേ അപ്പം നാളായി അപ്പം അങ്ങനത്തെ ഒരു അട കഴിച്ചിട്ട്. പക്ഷെ എനിക്ക് ഇങ്ങനെ ഗോതമ്പ് ദോശ ഉണ്ടാക്കി കഴിച്ചപ്പം എനിക്ക് പഴയ ഓർമ്മയൊക്കെ വന്നു, ഒരു നൊസ്റ്റാൾജിയൊക്കെ വന്നു. ആ ദോശക്കല്ലിൽ അങ്ങനെ ചുട്ടെടുത്ത ആ ഒരു അടയുടെ ഓർമ്മ വന്നു, വാഴയിലേക്കകത്തൊക്കെ വെച്ചിട്ടുണ്ട് ശർക്കര അട. അതുപോലത്തെ അതേ സെയിം ടേസ്റ്റിൽ കിട്ടിയിട്ടോ. അപ്പൊ ഞാൻ അതൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഇപ്പൊ ഈ വീഡിയോ ചെയ്യുമ്പോഴാണ് അത് ഓർക്കുന്നത്. ഓറഞ്ചൊക്കെ വാങ്ങിയിട്ടിരിക്കുന്നുണ്ടായിരുന്നു, അതെടുത്തില്ല, പക്ഷെ ഇതെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് നമുക്ക് പുറത്തുനിന്നുള്ള ചിപ്സും സ്നാക്സും ഒന്നും മേടിക്കണ്ടെന്ന് ഞാൻ വിചാരിക്കണം. കാരണം വാങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയിരുപ്പിന് അതിങ്ങനെ കഴിക്കും. കഴിഞ്ഞ തവണ ഞാനത് ഗൂഗിൾ മാപ്പ് ഓക്കെ. അപ്പൊ കഴിഞ്ഞ തവണ ഒറ്റയിരുപ്പിന് ഞാനത് കഴിച്ചു. ആ കുർക്കുറയുടെ പാക്കറ്റ് ഞാൻ തന്നെയാണ് ഫിനിഷ് ചെയ്തത്. സോ എനിക്ക് തോന്നി ഇത്തവണ എന്തായാലും അത് വേണ്ട, എന്തായാലും വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോകാം. ഞാൻ നല്ല കുട്ടിയായി. ഓക്കെ, അപ്പൊ അങ്ങനെ നേരെ പോയതാ. എന്തായാലും നമുക്ക് പോയിട്ട് വരാം. പിന്നെ നല്ല വെയിലല്ലേ, പകല് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൂട് സഹിക്കാൻ പറ്റില്ല. ഇപ്പൊ ഇവിടെ നിന്ന് വന്ന് കാറിൽ ഇരുന്നിട്ട് കുറച്ച് സമയം എടുക്കും നമ്മളൊന്ന് റിലാക്സ്ഡ് ആയി വരാൻ. കാരണം അത്രയ്ക്ക് ഭയങ്കര ചൂടും ഭയങ്കര ഒരു എന്താ പറയാ, നമ്മളൊരു പുഴുങ്ങാൻ വെച്ചേക്കുന്ന ഒരു ഫീലാ ശരിക്കും നമുക്ക് ഇവിടെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ തോന്നാം. ആ ഒരു ആവി കൊണ്ട് പോലെ ഹ്യൂമിഡിറ്റി ഭയങ്കര കൂടുതലല്ലേ അങ്ങനെ. അപ്പൊ നമ്മൾ എന്തായാലും ഇന്നത്തെ യാത്ര ഇബ്നു ബത്തൂത്തിലേക്ക് കാണിച്ചു തരാം അവിടെ ചെയ്തിട്ട്. ഓക്കെ, ഈ പോകുന്ന റൂട്ടില് ഈ ലെഫ്റ്റ് സൈഡിൽ നേരെ പോകുന്ന സ്ട്രൈറ്റ് പോകുന്ന റോഡില്ലേ, അതിൽ പോകുമ്പോഴായിരുന്നു അലൈന് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ വീക്ക് പോയില്ലേ, ഇതാ ഈ റൈറ്റ്, ഇതൊരു ബ്രിഡ്ജാ. ഈ ബ്രിഡ്ജിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ദുബായ്ക്കുള്ള റൂട്ട്. അത് പെട്രോൾ അടിക്കാൻ വേണ്ടി നിർത്തിയേക്കുക. ഫുൾ ടാങ്ക് അടിച്ചിട്ട് പോവാം നമുക്ക്, കുറെ ദൂരല്ലേ. ഇവിടെ എല്ലാ പെട്രോൾ സ്റ്റേഷനും ഇവിടെ എല്ലാ പമ്പിലും ഒരു കുഞ്ഞു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. സൂപ്പർ മാർക്കറ്റ് എന്നല്ലേ പറയാ, അഡ്നോക്കിന്റെ തന്നെ കേട്ടോ. അഡ്നോക്കിന്റെ പമ്പിൽ നിന്ന് നമ്മൾ അടിക്കണേ ഒരു കുഞ്ഞു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. കുറേ സ്നാക്സ് ഉണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ കാണിച്ച സ്നാക്സ് ഒക്കെ ഞാൻ അവിടെ നിന്ന് കയറി മേടിച്ചേട്ടോ. നമുക്ക് അത്യാവശ്യം വേണ്ട കുറേ സാധനങ്ങൾ അവിടെ നിന്ന് കിട്ടും. ഡ്രിങ്ക്സ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ പലതരത്തിലുള്ള ഫുഡ് അല്ലേ, സാൻഡ്വിച്ച് അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും. പിന്നെ പാക്കറ്റിലുള്ള കുറേ ചിപ്സും കാര്യങ്ങളൊക്കെ കിട്ടും. സോ അതൊരു നല്ല കാര്യമാണ്. നമുക്ക് എന്തെങ്കിലും മേടിക്കണം എന്ന് തോന്നിയാൽ വേറെ കടകളൊന്നും ചിലപ്പോൾ ചില റൂട്ടിലുണ്ടാവില്ല, കുറേ ദൂരം ഇങ്ങനെ മരുഭൂമി ഇങ്ങനെ കിടക്കണോടത്ത്. പക്ഷേ നമുക്ക് ഈ പെട്രോൾ പമ്പില് ഇതൊരു സൂപ്പർ മാർക്കറ്റ് ആണ് കേട്ടോ. ഇവിടെ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ കിട്ടും. നമ്മളപ്പോൾ പെട്രോൾ അടിക്കാൻ വേണ്ടി കയറുമ്പോൾ നമുക്ക് കുറച്ച് സ്നാക്സും അല്ലെങ്കിൽ കഴിക്കാനും കുടിക്കാനും ഉള്ളതൊക്കെ വാങ്ങിയിട്ട് പോവാം. എല്ലാ പെട്രോൾ പമ്പിലും ഇതുണ്ട് കേട്ടോ. നമ്മൾ ഇറങ്ങി കഴിഞ്ഞപ്പോഴേ നമ്മുടെ നൈബേഴ്സ് വിളിച്ചു. അവർ പറയാ ഇന്ന് ജഗദീഷ് വരുന്നുണ്ടെന്ന്. നമ്മുടെ തൊട്ടപ്പുറത്ത് ഒരു പുതിയ ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളത് ഇന്ന് കാണാറുണ്ട് കേട്ടോ. ഞാൻ ഓൾറെഡി അതിന്റെ ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ടുണ്ടാവുന്ന വിചാരിച്ചു. പക്ഷെ ഇന്ന് അവിടെ ജഗദീഷ് വരുന്നുണ്ട്. പക്ഷെ നമ്മള് കുറെ ദൂരം വന്നു, അപ്പൊ ഇനി കാണാൻ പോകാനൊന്നും പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ ഇത്ര നേരം അവിടെ വെറുതെ ഇരിക്കായിരുന്നു. അപ്പൊ അറിഞ്ഞില്ലല്ലോ വരുന്നുണ്ടെന്നുള്ളത്. അങ്ങനെ എന്തായാലും ഒരുപാട് ആളൊന്നും ഇല്ലെന്ന് പറഞ്ഞേ. അപ്പൊ നമുക്ക് എന്തായാലും മീറ്റ് ചെയ്യാനൊക്കെ പറ്റുമായിരുന്നു. നമ്മുടെ റൂമിന്റെ തൊട്ടപ്പുറത്ത്. അങ്ങനെ സാരില്ലല്ലേ, നമ്മുടെ നാട്ടിൽ വെച്ച് കാണാലോ.
ഇപ്പൊ പുതിയൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, ധീരനോ എന്തോ പറഞ്ഞിട്ട്, ധീരൻ എന്നാന്ന് തോന്നുന്നു. നല്ല കോമഡി പടമാണെന്നോ കേട്ടെ. എന്തായാലും ഞങ്ങൾ കാണാൻ പോണെന്ന് വിചാരിക്കേണ്ട കുറെ പേരുണ്ടെന്ന് തോന്നുന്നു. ഇവരുടെ ആ ഒരു ഗ്രൂപ്പിലുള്ള ജഗദീഷ്, അശോകൻ അല്ലേ, നല്ലൊരു കോമഡി പടമാണെന്നാ കേട്ടെ. കണ്ടോക്കെ കേട്ടോ, എന്നിട്ട് അഭിപ്രായം പറയാം. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നു എന്ന് പറഞ്ഞ ഗോതമ്പ് ദോശയില്ലേ, ഗോതമ്പട അങ്ങനെ വിളിക്കാം നമുക്ക്. കാരണം അടയുടെ ടേസ്റ്റ് ആണല്ലോ. ശരിക്കും ആ വാഴയില ചുട്ടെടുക്കണ അടയുടെ അതേ രുചി തന്നെ. നല്ല രസമുണ്ട് കേട്ടോ അങ്ങനെ കഴിക്കാൻ. ഇരിക്കും തോറും ഇതിന് ടേസ്റ്റ് കൂടുകയെന്ന് തോന്നുന്നു. ഞാൻ ആദ്യം വിചാരിച്ചു നല്ല ചൂടോടെ കഴിക്കുമ്പോൾ മാത്രമായിരിക്കും രുചിന്ന്. എന്തായാലും കൊള്ളാം. നല്ലല്ലേ? അങ്ങനെ നമ്മള് ഇബ്നു ബത്തൂത്ത എത്തി. നോക്കിയേ, ഇതാണ് നമ്മുടെ സ്ഥലം. കുറെ നാളുകൾക്ക് ശേഷമായിട്ടാ ഇങ്ങോട്ട് വരുന്നേ. നല്ല രസമുണ്ട് കാണാൻ, പക്ഷെ നല്ല ചൂടും ഉണ്ട്. ആക്ച്വലി ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് മിക്സഡ് ഇമോഷൻസ് ആയിരുന്നു. ഞങ്ങൾ കുറേ തവണ നടന്ന വഴികളായത്. അതും ഭയങ്കര ടെൻഷൻ അടിച്ച് നടന്നിട്ടുണ്ട്, ഭയങ്കര സങ്കടത്തിൽ നടന്നിട്ടുണ്ട്, എന്താ പറയാ, ഭയങ്കര സന്തോഷമായിട്ട് നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് നടക്കുന്നു. എനിക്കൊരുപാട് ഇഷ്ടമുള്ള സ്ഥലമാണ് അത്, ഇബ്നു ബത്തൂത്ത. പുറത്ത് ചുറ്റിത്തിരിഞ്ഞ് ഒരുപാട് സമയം കളയാണ്ട് നമുക്ക് അകത്തേക്ക് പോവാം. പുറത്തേ നല്ല ചൂടുണ്ട്, അതുകൊണ്ട് എന്ത് രസമുള്ള കാഴ്ചകളാണെന്നറിയോ ഇവിടെ. ഞാൻ കണ്ട മാളുകളിൽ വെച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. ഇവിടെ ഒരു 7 കോട്ട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ കോട്ട്, ചൈനീസ് കോട്ട്, ഈജിപ്ത് കോട്ട്, പേർഷ്യൻ കോട്ട്, അങ്ങനെ ഓരോന്നിലും അതിൻ്റെതായ എന്തെങ്കിലും ഒന്ന് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഓരോരോ ഐറ്റംസേ. ഇപ്പൊ നമ്മൾ കയറി വന്നപ്പോൾ കണ്ടില്ലേ, അതുപോലെ ഇത് കുട്ടികൾക്ക് കളിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പൊ ഞാൻ ചുമ്മാ നോക്കിയായിരുന്നു എന്തൊക്കെയാണ് അവിടുത്തെ റൈഡ് എന്നൊക്കെ. എൻട്രൻസ് തന്നെ ഒരുപാട് എൻട്രൻസ് വരുന്നുണ്ട്. നമ്മളത് ഏറ്റവും ഇങ്ങനത്തെ സൈഡിൽ നിന്ന് തുടങ്ങിയിട്ടുള്ളത്. ഞാനൊന്ന് ഓടി നടന്ന് കാണാം. ക്യാരിഫോർ കണ്ടു, പക്ഷെ ലാസ്റ്റ് കയറാന്ന് വിചാരിച്ചു. ഇവിടെയുള്ള പ്രൊഡക്ട്സിനൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. കുറേ പൂക്കളുണ്ട് ഇവിടെ, നോക്കേ. പക്ഷെ ഇതൊന്നും വാങ്ങൽ നടക്കൂല കേട്ടോ, നല്ല റേറ്റ് ഉണ്ട് എല്ലാത്തിനും. ഒരു പൂവൊക്കെയാണെ ഓക്കെ 10 ദിർഹം 15 ദിർഹത്തിനൊക്കെ നമുക്ക് കിട്ടും. ഈ സ്കൈ എങ്ങനെയുണ്ട്? ഇത് റിയലാണെന്നാണോ വിചാരിക്കുന്നത്? പക്ഷെ അല്ലാട്ടോ, ഇതവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ആർട്ടിഫിഷ്യൽ സ്കൈയാ. പക്ഷെ ആദ്യമായിട്ട് കാണുമ്പോൾ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഞാൻ പിന്നെ ഒന്നും കൂടി ഒന്ന് നോക്കി, ഇതിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. അപ്പോഴാണ് മനസ്സിലായത് ഇത് റിയൽ അല്ല, ഇത് അവര് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നല്ല ഭംഗിയാട്ടോ അത് കാണാൻ. ദാ ഇത് പെർഫ്യൂം ട്രൈ ചെയ്യാൻ വേണ്ടി കിട്ടിയതാ. കുഴപ്പമില്ലായിരുന്നു. നോക്കിയേ എന്ത് ഭംഗിയല്ലേ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നേ കഴിഞ്ഞും ഒരുപാട് നല്ലതാണ് നേരിട്ട് കാണാൻ. നമുക്കിങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും. ഒരു പ്രത്യേക ഫീൽ ആ ഒരു ഏരിയയിലേക്ക് എത്തുമ്പോഴേക്കും. ഈ മാളിനെ കുറിച്ച് കൂടുതൽ പറയുവാണെങ്കിലേ, ദുബായിൽ തന്നെ ഏറ്റവും വലിയ തീം ബേസ്ഡ് ആയിട്ടുള്ള ഷോപ്പിംഗ് മാളാണ് കേട്ടോ. ഇത് കാണാനും ഒരുപാടുണ്ട്. എന്നാൽ ജസ്റ്റ് കടകളിൽ കയറി ഷോപ്പ് ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് കുറെ ചരിത്രങ്ങളിൽ കൂടി നമുക്ക് യാത്ര പോകാനും കൂടി പറ്റും ഈ ഒരു മാള് നമ്മൾ സന്ദർശിക്കുകയാണെങ്കിൽ. വലിയ ട്രാവലർ ആയിട്ടുള്ള ഇബ്നു ബത്തൂത്തയുടെ പേരിലാണ് ഈ ഒരു മാൾ അറിയപ്പെടുന്നത്. അദ്ദേഹം നടത്തിയിട്ടുള്ള യാത്രകൾ ആധാരമാക്കിയാണ് ഈ മാളിൽ ഓരോ കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ലേ, 6 കോട്ടായിട്ടാണ് അല്ലെങ്കിൽ 6 ഏരിയ ആയിട്ടാണ് ഇത് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതില് ഇന്ത്യൻ കോട്ടുണ്ട്, ചൈനീസ് കോട്ടുണ്ട്, പേർഷ്യൻ കോട്ടുണ്ട്, ഈജിപ്ഷ്യൻ കോട്ടുണ്ട്, അതുപോലെ ടുണീഷ്യ, ആൻഡലൂഷ്യ കോട്ട്സ് ആണ് ഈ മാളിലുള്ളത്. ഇതിങ്ങനെ നടന്ന് കാണാനും മാത്രം ഉണ്ട് കേട്ടോ. നമുക്ക് നല്ല രസമാണ്. അപ്പൊ ചിലപ്പോൾ നമ്മൾ ഈ ഷോപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് മറന്നു തന്നെ പോകും. കാരണം ഓരോന്നും നടന്ന് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് കണ്ട് വരാൻ തന്നെ നല്ല രസമാണല്ലോ. ശരിക്കും ദുബായിൽ വരുമ്പം ഒരുപാട് പേര് മിസ്സാക്കുന്ന, എന്നാൽ ഒട്ടും തന്നെ നമ്മൾ മിസ്സാക്കാൻ പാടില്ലാത്തൊരു സ്ഥലമാണിത് എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അതായത് ദുബായിൽ വന്നിട്ട് ആൾക്കാർ ഓരോരോ സ്ഥലങ്ങളിൽ പോയി എന്ന് പറയുമ്പോൾ അതിലൊന്നും പറഞ്ഞ് കേൾക്കാറില്ലാത്തൊരു പേരാണ് ഈ ഇബ്നു ബത്തൂത്ത മാള്. പക്ഷെ നമ്മളത് കണ്ടു കഴിയുമ്പോഴേ നമുക്ക് അതിന്റെ ഭംഗി മനസ്സിലാവുള്ളൂ. ശരിക്കും നമുക്ക് തിരക്ക് പിടിച്ചൊന്നും കണ്ടിട്ടൊന്നും പോകാൻ പറ്റില്ല. ഇച്ചിരി സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് നടന്ന് കാണാനുള്ള സ്ഥലമുണ്ട്. ഞങ്ങളിവിടെ ചില ക്ലോത്തിങ് സ്റ്റോറിലൊക്കെ കയറി നോക്കി.
ഒന്നും വാങ്ങിയൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് എല്ലാം ഒന്ന് കണ്ടങ്ങ് ഇറങ്ങി. ഇത്രയും വരെ വരുമ്പം ഡ്രസ്സൊക്കെ നോക്കണമല്ലോ. ഇതാ ഈ കാണുന്നതാണ് ഇന്ത്യൻ കോട്ട്. ഇവിടെ ഫോട്ടോ എടുക്കാനൊക്കെ ഒരുപാട് പേര് നല്ല രസമല്ലേ കാണാൻ. ആനയുടെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ നല്ല ഭംഗിയല്ലേ. മുൻപ് വന്നപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഫോട്ടോ എടുത്ത് പോയിട്ടുണ്ട്. പക്ഷെ അന്ന് എനിക്ക് ഇങ്ങനെ 6 കോട്ട്സ് ഉണ്ടെന്നോ ഇവിടെ ഇത്രയും ഭംഗിയുള്ള കാഴ്ചകളുണ്ടെന്നോ ഒന്നും അറിയില്ലായിരുന്നു. ജസ്റ്റ് ഇവിടെ വന്ന് നിന്നു, ഫോട്ടോ എടുത്തു, പോയി. ഇന്നാണ് സത്യം പറഞ്ഞാൽ ഇത് ഫുള്ളൊന്ന് കറങ്ങി നടന്ന് കാണാനുള്ള സമയം കിട്ടിയത്. ഫ്രണ്ടിനും ബാക്കിനും ഒക്കെ ഞാൻ നോക്കുകയാണ് പോയിട്ട്. എവിടെയാ എന്താ കാണാനുള്ളതെന്ന് അറിയില്ലല്ലോ. ഇവിടുത്തെ ലൈറ്റ്സും നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഒരുപാട് നല്ല രസമുള്ള ലൈറ്റ്സ് ഉണ്ട്. പിന്നെ ഇന്റീരിയർ മൊത്തം ഒരു രക്ഷയില്ല, അടിപൊളി തന്നെ. ഞാൻ ഓർക്കായിരുന്നു ഗ്രാൻഡ് മോസ്കിലൊക്കെ നമ്മൾ പോയപ്പോൾ കണ്ട കാഴ്ചകളില്ലേ, ഇവിടെ എല്ലാ ബിൽഡിങ്ങുകളിലും അതിൻ്റെതായ ഒരു ഭംഗിയുണ്ടല്ലേ. എല്ലാം നല്ല എസ്തെറ്റിക് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ ഓടിപ്പോയി നോക്കുക എന്താ ഇനി ഇവിടെ ഉള്ളതെന്ന്. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് കേട്ടോ. ഇതിനു മുന്നേ കുറെ പ്രാവശ്യം വന്നിട്ടുണ്ട്, പക്ഷെ അന്നേരമൊന്നും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നടന്ന് കാണാനുള്ള സമയം കിട്ടാറില്ലായിരുന്നു. എനിക്കുണ്ടല്ലോ ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിലും ഷോപ്പിംഗ് മാളിലും ഒക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒന്നും വാങ്ങിക്കണമെന്നില്ല, ഇങ്ങനെ നടന്ന് കണ്ടാൽ മതി. എന്നെ ഇപ്പോഴും എല്ലാവരും കളിയാക്കും, നീ എന്താ പോലെ സൂപ്പർ മാർക്കറ്റിലാണോ ഉണ്ടായത്, ഇപ്പോഴും അവിടെ പോകാനാണല്ലോ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട്. പ്രത്യേകിച്ച് ഒന്നും വാങ്ങിയില്ലെങ്കിലും ഇങ്ങനെ നടന്ന് കണ്ട് എന്ത് രസമായതൊക്കെ. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴാണ് അറിയുന്നത് നമുക്കൊക്കെ അറിയാത്ത എത്ര എത്ര കാര്യങ്ങളാണ് ഉള്ളതെന്ന്. ഈ കാണുന്നതാണ് കേട്ടോ ചൈന കോട്ട്. നല്ല രസമില്ലേ, നല്ല കളർഫുൾ ആയിട്ടുണ്ടല്ലേ. ഈ വെള്ളം വീഴുന്ന സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ നല്ല ഫീലുണ്ട്, നല്ല രസമുണ്ട്. ഒരുപാട് തിരക്കൊന്നും എന്തായാലും ഉണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ട് നമുക്ക് നല്ല റിലാക്സ് ആയിട്ട് കാണാൻ പറ്റി. അല്ലല്ല, ഇവിടെ നല്ല തിരക്കുണ്ടെങ്കിലും വലിയ കാര്യമൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയ്ക്ക് വലിയ സ്ഥലമാണേ, ഒരുപാട് പേര് വന്നാലും ഒരു കുഴപ്പം. അവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് ഡെക്കത്തലോണിലേക്കാണ്. ഇവിടെ എന്തൊക്കെയാണുള്ളതെന്ന് ഒന്ന് നോക്കിയേച്ച് വരാന്ന് പറഞ്ഞ് കയറിയതാ. നോക്കിയേ, എക്സസൈസ് ചെയ്യാനുള്ള ഏരിയയിലേക്കാണ് പോയത്. അല്ലല്ല, എക്സസൈസ് ചെയ്യാനുള്ള ടൂൾസ് മേടിക്കാനുള്ള ഏരിയയിലേക്കാണ് പോയത്. എൻ്റെ ദൈവമേ, ഇതൊന്നും എനിക്ക് അനക്കാൻ കൂടി പറ്റണില്ല. ഒട്ടും സ്ട്രെങ്ത് ഇല്ലെന്ന് ഇവരെത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതുമ്മലിടിച്ച് എൻ്റെ കൈ നല്ല വേദന എടുത്തു. അതിലും കഷ്ടമായിരുന്നു ദാ ഈ സാധനത്തുമ്മ കയറാൻ നോക്കിയത്. ഇതില് നിന്നിട്ട് നമ്മുടെ കാല് പൊക്കണത്രയും. എനിക്കത്ര നോക്കിയിട്ടും പറ്റണ്ടായില്ല. അതിൽ നിന്ന് ജമ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു, പക്ഷെ അത് അങ്ങനെയൊന്നും അല്ലല്ലോ ചെയ്യേണ്ടത്. അവസാനം എൻ്റെ കൈയുടെ തൊലിയും പോയി. എൻ്റെ ദൈവമേ, ഇതൊക്കെ എന്ത് കഷ്ടപ്പാടാ. ജിമ്മിൽ നിന്ന് ഓരോരുത്തർ ചെയ്യുന്ന കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ ഇതൊക്കെ എന്ത് സിമ്പിളാ, ഞാനത് ഈസി ആയിട്ട് ചെയ്യുന്നു. പക്ഷെ നമ്മൾ നോക്കുമ്പോഴല്ലേ. ഇതിവിടെ വെച്ചിട്ടുള്ളൊരു മാപ്പാണ് കേട്ടോ. ഇവിടുത്തെ ഓരോ ഏരിയയും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളിതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് അറിയണമല്ലോ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ. പിന്നെ നമ്മൾ നേരെ പോയിട്ട് ഫുഡ് കഴിക്കാൻ. ഞാൻ കുറേ ദിവസമായി വിചാരിക്കുന്നു തായ് ഫുഡ് ട്രൈ ചെയ്യണമെന്ന്. അങ്ങനെ നമ്മൾ തായ് ഫുഡ് ട്രൈ ചെയ്യാൻ പോവാണ്. ഇവിടെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാം കേട്ടോ. ആദ്യം നമ്മൾ ഇവിടുന്ന് ഏതെങ്കിലും ഒരു ഐറ്റം ചൂസ് ചെയ്യണം. ഞങ്ങൾ ചൂസ് ചെയ്തത് പാഡ് തായ് എന്ന് പറഞ്ഞ ഡിഷാണ്. അതിനകത്തേക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് ചൂസ് ചെയ്യാം, ഏതൊക്കെ വെജീസ് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതൊക്കെ. അങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് അവർ നമുക്കത് റെഡിയാക്കി തരും. എന്തൊക്കെ ചൂസ് ചെയ്തേ, ഇങ്ങനൊരു സാധനം അവർ നമ്മുടെ കയ്യിൽ തരും കേട്ടോ. ഇതെന്തിനാണെന്നറിയോ, നമ്മുടെ ഡിഷ് അവിടെ റെഡിയാക്കി കഴിയുമ്പോൾ ഇത് ബീപ്പ് ചെയ്യും, ഇത് ഇങ്ങനൊരു സൗണ്ട് ഉണ്ടാക്കും. അപ്പം നമുക്ക് വേഗം വന്നത് കളക്ട് ചെയ്യാലോ. എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല സെറ്റപ്പ് തന്നെ അല്ലേ. ഇനി നമുക്കൊരു സീറ്റ് കണ്ടുപിടിച്ച് വെയിറ്റ് ചെയ്യാം നമ്മുടെ ഫുഡ് റെഡി ആവുന്നവരെ. നോക്കിയേ, നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. അത് രസമുണ്ടല്ലേ, ബീപ്പ് ചെയ്യുന്ന കേട്ടോ. ഈ സംഭവം കൊള്ളാം, എനിക്കത് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ വേഗം ഓടിപ്പോകാതെ കുറച്ച് നേരം കൂടി അതും കേട്ട് അവിടെ ഇരുന്നു. ഇങ്ങനത്തെ വേഗം പോയി ഫുഡ് എടുത്തേക്കാം, അല്ലെങ്കിൽ ഇനി അത് വേറെ ആരെങ്കിലും എടുത്തിട്ട് പോയാലോ. നമ്മുടെ ഫുഡ് കിട്ടി. ഇനി നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. എന്തായാലും മോശമാവില്ലെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞിരുന്നു. എന്തായാലും വേഗം കഴിച്ച് നോക്കാം. എനിക്ക് ഇങ്ങനത്തെ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
ഈ ഒരു തായ് ചൈനീസ് അങ്ങനത്തെ ഫ്ലേവറൊക്കെ വരുന്ന ഫുഡൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. കഴിച്ചു നോക്കട്ടെ. നല്ല ചൂടുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ ദൈവമേ, എക്സ്പെക്ട് ചെയ്തതിലും നല്ല ചൂടുണ്ട്. പൊള്ളിപ്പോയി. ഫുഡ് ടേസ്റ്റ് ആണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ നല്ല ചൂടുണ്ടായിരുന്നു. തായ് ഫുഡ് കഴിക്കണം എന്നുള്ളത് എൻ്റെ ഐഡിയ ആയിരുന്നു. അപ്പം അത് മോശമായി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമായി പോയേനെ. എന്തായാലും ഇത് അടിപൊളിയായിരുന്നു. കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചൂടല്പം കൂടുതലായിരുന്നു, എന്നാലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ ഞാൻ, അവനും ഇഷ്ടമായി. അത് തന്നെ ഭാഗ്യം. കാര്യം നമ്മളായിട്ടൊരു ഐഡിയ കൊണ്ടുവന്നിട്ട് അതങ്ങ് മോശമായി കഴിഞ്ഞാൽ കഷ്ടമാണല്ലോ. നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. നമുക്ക് 2 പേർക്കും അത്യാവശ്യം ആ വിശപ്പൊക്കെ ഒന്ന് പോകാനും മാത്രം ഫില്ലിങ് ആയിരുന്നു ഇത് കഴിച്ചപ്പോൾ. ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതാ നമ്മൾ നേരെ വന്നിരിക്കുന്ന കാരിഫോറിലേക്കാണ്. ഇത് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. നോക്കി, ഇവിടെ ഇവർ തന്നെ എന്താ ഹാർവെസ്റ്റ് ചെയ്തെടുക്കുന്നതാണ് ഇതൊക്കെ കേട്ടോ. അപ്പം അത്രത്തോളം ഫ്രഷ്. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തായാലും ഇത് വാങ്ങണമെന്ന് തോന്നൂലേ. ഈ ഒരു ഏരിയ കാണാൻ നല്ല രസമാണ്. പല പല കളറുകളിൽ, പല പല എന്താ പറയുക രൂപങ്ങളിൽ ഉള്ള അതിമനോഹരമായ കാഴ്ചകളാണ് ഇവിടെ. പഴങ്ങളായിട്ടും പച്ചക്കറികളായിട്ടും പിന്നെതാ ഇതുപോലെ കേക്ക്സും സ്വീറ്റ്സും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരുക്കി വെച്ചേക്കുന്നത് തന്നെ എത്ര സുന്ദരമായ കാഴ്ചയാണ്. കണ്ടിങ്ങനെ നിൽക്കാൻ തോന്നും. കഴിക്കണം അത്ര വലിയ ആഗ്രഹമൊന്നും തോന്നാറില്ല കേട്ടോ. എന്നാലും ഇതൊക്കെ കാണുമ്പോൾ രസമല്ലേ. ഇതൊക്കെ അറബിക് സ്വീറ്റ്സ് ആണ് കേട്ടോ. ഇതെല്ലാം തന്നെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ചിലതൊക്കെ ഭയങ്കര മധുരമാണ്, നമുക്ക് ഒട്ടും അങ്ങ് കഴിക്കാൻ പറ്റത്തില്ല. എന്നാലും എല്ലാം നമ്മൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ എല്ലാം ഒരു തവണ മേടിച്ച് നോക്കാറുണ്ട്. അതൊക്കെ കഴിഞ്ഞതാ നമ്മൾ പുറത്തിറങ്ങി. ഒരുപാട് രാത്രിയായിട്ടുണ്ട്. ഇപ്പൊ നോക്കി, വേറൊരു രൂപ അല്ലേ, കാണുമ്പോ വേറൊരു രസം. നല്ല ചൂടാട്ടോ, അതുകൊണ്ട് അത്രയ്ക്ക് സുഖമുണ്ട്. ഇതിനു മുമ്പ് ഞാനിവിടെ വന്നത് ജാനുവരി അല്ല ഫെബ്രുവരിയിലാണെന്ന് എനിക്ക് തോന്നുന്നത്. അന്ന് നല്ല തണുപ്പൊക്കെയുള്ള സമയമാണ് കേട്ടോ. ഇങ്ങനെ ആയിരുന്നില്ല. തണുത്ത് വിറച്ചിട്ട് തൊണ്ടയൊക്കെ വേദന എടുക്കും. അപ്പം എന്ത് ചെയ്യും, നല്ലൊരു ചൂട് കാപ്പി പോയി കുടിക്കും. അത് വേറൊരു ഫീലിംഗ്. എനിക്ക് തണുത്തതല്ല തണുപ്പ് കാലമാണ് കേട്ടോ ഇഷ്ടം. ചൂട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എന്തൊരു ബുദ്ധിമുട്ടാലേ. എപ്പോഴും ഒരു ദേഷ്യം വരും ചൂടെടുക്കുമ്പോഴേ. എനിക്ക് തണുത്തിങ്ങനെ എന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പൊന്നല്ല, എന്നാലും തണുപ്പും മഴയും അതൊക്കെ ഇഷ്ടം. വെയിലൊക്കെ കാണുമ്പോഴത്തേനും തലവേദന വരും. എന്റെ ദൈവമേ, നമ്മുടെ വണ്ടി എത്തി. പോയാലോന്ന് വിചാരിച്ചപ്പോഴാണ് ഓർമ്മ വന്നത് ഒരു സ്ഥലം കൂടി കാണാനുണ്ടെന്ന്. അതിനു മുമ്പേ നമ്മളൊരു കൂട്ടം വാങ്ങിയിട്ടുണ്ട്. അത് വേഗം കഴിച്ചിട്ട് പോവാം, അല്ലെങ്കിൽ അതിന്റെ ചൂടാറിപ്പോ. എന്താണെന്നറിയോ, ഷവർമ്മയാണ്. ഇവിടുത്തെ കാരിഫോറിലെ ഷവർമ്മ ഭയങ്കര ടേസ്റ്റിയാണ്. അക്ഷയോട് ആരോ പറഞ്ഞു കൊടുത്തേ. അപ്പൊ എന്തായാലും നമുക്കത് കഴിച്ചു നോക്കണല്ലോ. കഴിച്ചു നോക്കിയപ്പം സത്യാണ് കേട്ടോ, സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടെ എല്ലായിടത്തും ഷവർമ്മ കിട്ടുമെങ്കിലും നല്ല ടേസ്റ്റ് ഉള്ളത് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇത് കണ്ടോ, ഒരു സ്ഥലം കാണിച്ചു തരാന്ന് പറഞ്ഞില്ലേ, ഇതാണത്. ഇതൊരു ബസ് സ്റ്റോപ്പാണ്. ഇവിടെ ഞാൻ ഒരുപാട് നാള് ബസ് നോക്കി നിന്ന് വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെ വരുമ്പം നമ്മൾ എന്തായാലും അതും കൂടി കാണണല്ലോ. ഈ F46 കണ്ടോ, അതാണ് നമ്മുടെ ബസ്സിന്റെ നമ്പർ. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് 2 കണ്ടോ, BIP2 എന്ന് പറയും. ഇവിടെയായിരുന്നു നമ്മൾ മുമ്പ് താമസിച്ചിരുന്നത്. എൻ്റെ ഓഫീസ് അവിടെ അടുത്തായിരുന്നു. സോ അവിടെ പോയി അതൊക്കെ കണ്ടു, ഒരു ഓർമ്മയൊക്കെ പുതുക്കി നമ്മൾ തിരിച്ചു പോവാണ്. വേഗം പോയേക്കാം, കാരണം ഇപ്പൊ തന്നെ സമയം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. ഇനി വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങുമ്പോഴത്തേനും ഒരു നേരമാവും. എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു അല്ലേ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ നമ്മൾ നമ്മുടെ പഴയ കാലത്തേക്കും പഴയ സ്ഥലങ്ങളിലേക്കും ഒക്കെ ഒന്ന് പോകുന്നത് നല്ലൊരു ഫീലിംഗ് തന്നെയാണ്. ഈ സ്ഥലമാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. എന്തായാലും മനസ്സിന് ഒരുപാട് സന്തോഷമായി. അങ്ങനെ ഇന്നത്തെ ദിവസം ഹാപ്പി ആയിട്ട് കഴിഞ്ഞു. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ സ്ഥലമൊക്കെ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും അഭിപ്രായങ്ങൾ പറയണേ. അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായി വരുന്നത് വരെ ഗുഡ് ബൈ.